ഒക്കെ നാം അതിനെ താരതമ്യപ്പെടുത്തി പറയാറുണ്ട്. ഫ്രീഡം, ഏത് സമയത്തും നമുക്ക് പുറത്തു പോകാം, എന്ത് വേണമെങ്കിലും മനുഷ്യൻ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ കഴിയും എന്നുള്ള ഫ്രീഡം ഉള്ള സമയങ്ങളാണ് ഈ സമയങ്ങളൊക്കെ. എന്നാൽ മാന്യ ശ്രോതാക്കളെ മനസ്സിലാക്കുക, രാത്രി കഴിഞ്ഞാൽ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് ടൗണിലിറങ്ങി നടക്കുവാൻ കഴിയാത്തതുപോലുള്ള ദിവസങ്ങളും ഭയാനകമാകുന്ന ദിനങ്ങളും രാത്രികളുമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇവിടെ സമ്മാനിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നതെന്നറിയാമോ? സാക്ഷരത കേരളം, സുന്ദര കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തെ ഇങ്ങനെയൊക്കെ മുൻപോട്ട് നയിക്കുന്നതിന്റെ കാര്യമെന്ന് പറയുന്നത് ലഹരിയുടെ മാസ്മരിക ജീവിതം തന്നെയാണ്. നമ്മുടെ സഹോദരങ്ങൾ ലഹരിക്ക് അടിമപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഭയാനകമാകുന്ന ദിനങ്ങൾ നമുക്ക് നൽകുവാൻ കഴിയുന്നത്. ഭയമാണ് എല്ലാത്തിന്റെയും മൂലകാരണമെന്ന് പറയാറുണ്ട്. ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഭയം വന്നു കഴിഞ്ഞാൽ താൻ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? പല രോഗത്തിനും ഭയം കൂടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ പോലും അസ്തമിപ്പിച്ചു കളയുവാൻ കഴിയുമെന്ന് അനവധി പഠനങ്ങൾ നിരത്തുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പറയുന്ന യേശുക്രിസ്തു എന്ന് പറയുന്ന നസ്രയത്തുകാരനാകുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയത്തെ മാറ്റി, ലഹരിയുടെ അടിമത്തത്തെ മാറ്റി തന്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്ന ഒരു നല്ല നസ്രയനെയാണ് ഈ ദേശത്തും ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ആ നസ്രയനിൽ കൂടെ മാത്രമേ ഒരു രക്ഷ ഈ ജനത്തിന് നൽകുവാൻ കഴിയത്തുള്ളൂ. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന ക്രിസ്തു. ആരാണ് ക്രിസ്തു? പലരും യേശു ക്രിസ്തുവിനെ ആരാധിക്കാറുള്ളവരാണ്, യേശുവിനെ പറ്റി കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾ ഈ ഉച്ചഭാഷണിയുടെ സഹായത്തോടെ വിളിച്ചു പറയുന്നത് നസ്രയത്തുകാരനായ യേശുവിനെ മാത്രമേ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ പാപ ജീവിതത്തെ മാറ്റി സന്തോഷ ജീവിതത്തെ നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ നാമത്തെയാണ് ഞങ്ങൾ തെരുവീതികളിലും തെരുക്കോണുകളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വീടുകളിലും വീടുകളിലും ഞങ്ങൾ ഉയർത്തുന്നത്. ആ നസ്രയത്തുകാരന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ച് നിത്യജീവിതങ്ങളിലേക്ക് നടക്കുവാൻ കഴിയത്തുള്ളൂ. ആ ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള മർമ്മപ്രധാനമായ കാര്യമാണ്. ആരാണ് ക്രിസ്തു? ഏത് ദൈവമാണ് ഞങ്ങളെ ലഹരിയിൽ നിന്നും മറ്റ് പാപപ്രവൃത്തിയിൽ നിന്നും മോചിപ്പിക്കുന്നത്? പാപമില്ല എന്നൊക്കെ നാം പറയാറുണ്ട്. നമ്മുടെ ദേശത്ത് നാം നോക്കുകയാണെങ്കിൽ അനവധി പാപപ്രവൃത്തികൾ കാണാറുണ്ട്. എന്താണെന്നറിയാമോ? നമുക്കൊരു കടയോ സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നാം എന്നും രാത്രിയിൽ അതിന് പൂട്ടിയതിനു ശേഷം അത് കൺഫേം ചെയ്തിട്ടേ വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ. കാരണമെന്ന് പറയുന്നത് പാവം നിറഞ്ഞ മനുഷ്യൻ ഇവിടെയുണ്ട്, തന്റെ മുതൽ കട്ടുകൊണ്ട് പോകുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. പാവമില്ലെന്നോ? ആരാണ് ഈ പറയുന്നത് പാവമില്ല എന്ന്? വീടുകൾ പുറത്തു പോകുമ്പോൾ നാം പലപ്പോഴും വീടുകൾ പൂട്ടിയിട്ടേ പോകാറുള്ളൂ. കാരണം പാപത്തിൽ കുളിച്ച മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ് ഈ കേരളമെന്ന് നമുക്ക് പറയുവാൻ കഴിയും. എന്നാൽ മാന്യ ശ്രോതാക്കളെ, പാപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ഒരേ ഒരു നാമം അത് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. മാനവകുലത്തിന് പാപത്തിന്റെ പരിഹാരമായി മണ്ണിൽ അവതരിച്ച് വിട്ട് മണ്ണിലേക്ക് വന്ന് മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റം നൽകിയ ഒരേ ഒരു നസ്രയൻ, അത് നസ്രയത്തുകാരനായ യേശു ക്രിസ്തു മാത്രമാണ്. ആരാണ് യേശു ക്രിസ്തു? പലപ്പോഴും പല കവലകളിലും പല ഗ്രാമങ്ങളിലും പല വ്യക്തികളും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി അതൊരു മഹാത്മാവാണോ? അല്ല. നമ്മുടെ മാനവ ജനതയ്ക്ക് ഒരു മാനസാന്തരം നൽകി തന്ന മഹാനായ മഹത്വപൂർണനായ ഒരു നസ്രയത്തുകാരനുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന യേശു ക്രിസ്തു മാത്രമാണ്. പണ്ഡിത ഭാവനം കുചേല കുബേര വ്യത്യാസമന്യേ സകല മനുഷ്യനും വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വെളുത്തവനെന്നില്ല, കറുത്തവനെന്നില്ല, ജാതിയില്ല, മതമില്ല, എല്ലാ വ്യക്തികൾക്കും, സവർണരെന്നില്ല, അവർണരെന്നില്ല, എല്ലാ വ്യക്തികൾക്കും വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്
എല്ലാ വ്യക്തികളുടെയും പാപത്തിനു വേണ്ടി മരിച്ച് കാൽവറി ക്രൂസിൽ തന്റെ രക്തമൊഴിച്ച് സർവജനത്തിനും പാപമോചനം നൽകിക്കൊടുത്ത നസ്രയത്തുകാരൻ 33 തിരുവയസ്സിൽ പരമയാഗമായി തീർന്ന വ്യക്തി റോമൻ ഗവൺമെന്റ് ഭരിക്കുന്ന കാലഘട്ടത്തിലും തന്റെ ജീവിതത്തെ ഒരു തെറ്റുമില്ല എന്ന് പല വ്യക്തികൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഗവൺമെന്റ് പറഞ്ഞതിങ്ങനെയാ, അവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു തെറ്റും കാണാത്ത യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. സർവശക്തനായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ രോഗികളെ സൗഖ്യമാക്കി, അവൻ പാപത്തിൽ കിടക്കുന്ന മനുഷ്യന് പാപമോചനം നൽകി, കുരുടന് കാഴ്ച നൽകി, ചെകിടന് കേൾവി നൽകി, മുടന്തനെ സൗഖ്യമാക്കി, ബെഡ്റെസ്റ്റിലായിരിക്കുന്നവനെ ഉയർത്തി നടപ്പിച്ചു. 3 വർഷം കൊണ്ട് താൻ ചെയ്ത പ്രവർത്തികൾ ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ദൈവമാണ്. മനുഷ്യ ദൈവങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. പല വ്യക്തികളും മനുഷ്യ ദൈവത്തിന്റെ പുറകിൽ പോകാറുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഒരു മനുഷ്യ ദൈവമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. തെളിവ് ഞാൻ നിരത്തി തരാം. എങ്ങനെയാണ് യേശുക്രിസ്തു ഒരു മനുഷ്യ ദൈവമാകുന്നത്? യേശു ജനിച്ചതുപോലും ഒരു അത്ഭുത പ്രവൃത്തിയായിരുന്നു. കന്യാമറിയത്തിന്റെ ഉദരത്തിൽ ഉരുവാകുന്നത് ഒരു അത്ഭുത പ്രവൃത്തിയായിരുന്നു. 30 വർഷം താൻ തന്റെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ചു. 30-ാം വയസ്സിൽ താൻ സ്നാനപ്പെട്ട് താൻ കയറി വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി സർവ്വജനത്തിനും വേണ്ടി താൻ ജീവിതം മാറ്റിവെക്കുവാൻ തുടങ്ങി. തന്റെ ശുശ്രൂഷകൾ അതാണ് വിളിച്ചു കാണിക്കുന്നത്. സർവ്വജനത്തിനും ഒരു പാപമോചനം എന്നതുപോലെ, ഒരു സ്വാതന്ത്ര്യം എന്നതുപോലെ, ഏത് തടങ്കലിലായിരിക്കുന്ന വ്യക്തികളായിരുന്നാലും അവർക്കൊരു വലിയ സന്തോഷം നൽകിക്കൊടുക്കുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞു എന്നുള്ള ഒരു മർമ്മപ്രധാനമായ കാര്യമാണ് ഞങ്ങൾ ഈ ഉച്ചഭാഷണി സഹായത്തോടെ വിളിച്ചു പറയുന്നത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? 33 തിരുവയസ്സിൽ താൻ കാൽവറി ക്രൂശില് ഏൽപ്പിച്ചു കൊടുത്തു. പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. താൻ മരിച്ചെങ്കിൽ മാത്രമേ തനിക്ക് സർവ്വജനത്തിനും ഒരു രക്ഷ നൽകുവാൻ കഴിയത്തുള്ളൂ. ആ രക്ഷയാണ് ഞങ്ങൾ ഈ ദിവസം പ്രതി നാൾ പ്രതി കവലകളിലും ഗ്രാമങ്ങളിലും വിളിച്ചു പറയുന്നത്. ഈ നസ്രയന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. ഞങ്ങളുടെ കൂടെയുള്ള പല വ്യക്തികളും കഴിഞ്ഞ നാളുകളിൽ മദ്യപിച്ച വ്യക്തികളുണ്ട്. എന്നാൽ അവരെയൊക്കെ മാറ്റം വരുത്തിയ ഒരേ ഒരു നാമം എന്ന് പറയുന്നത് നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ മാറ്റുവാൻ കഴിയുമെങ്കിൽ മൃഗമായിരിക്കുന്ന മനുഷ്യനെ പോലെ, ഒരു മനുഷ്യ ജാതി എന്നതുപോലെ, ഇല്ല ഒരു മനുഷ്യ വർഗം എന്നതുപോലെ ഒരു തനി മനുഷ്യനായി ഒഴിവാക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ നാമത്തെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ആ നാമത്തിൽ മാത്രമാണ് വിടുതലുള്ളത്. ആ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ആ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കൈമാറുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം നൽകുവാൻ കഴിയുമെന്നുള്ളൊരു മർമ്മപ്രധാനമായ സത്യമാണ് ഈ കവലയിലും ഞങ്ങൾ വിളിച്ചു പറയുന്നത്. മാനവകുലത്തെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം യേശുവിന്റെ നാമം മാത്രമാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളത് അനുഭവിച്ചതാണ്. നിങ്ങളുടെ ജീവിതം ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, ആരെങ്കിലും എഴുന്നേൽക്കുവാൻ കഴിയാതെ രോഗത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് മുൻപോട്ടൊരു ഗമനമില്ലാതെ തള കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഞങ്ങൾ ഒരു നല്ല നസ്രായനെ പരിചയപ്പെടുത്താം. ആ നസ്രായന്റെ പേര് യേശു കർത്താവ്. ആ കർത്താവ് നിങ്ങളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാൻ ആ നസ്രായനായ യേശുവിന് കഴിയും. കവലകൾ തോറും പട്ടണങ്ങൾ തോറും ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നതിന്റെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഇതിൽ കൂടെ ഉണ്ടാകുവാൻ കഴിയുമെന്നുള്ളതാണ്. അത് ഞങ്ങൾ അനുഭവിച്ചതാണ്. ഈ സത്യമാണ് ഞങ്ങൾ ലോകമെമ്പാടും വിളിച്ചു പറയുന്നത്. കേരളത്തിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഞങ്ങൾ ഉച്ചഭാഷണിയുടെ സഹായത്തോടെയും ഒക്കെ വിളിച്ചു പറയുന്നതിന്റെ കാര്യം, ആ നസ്രായന് നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ കഴിയും.
ആ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കുകയും നിങ്ങളെ മുൻപോട്ടുള്ള ജീവിതത്തിൽ വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ആഹ്വാനം ചെയ്ത് സമയം അനുവദിച്ച വ്യക്തികൾക്ക് നന്ദി അറിയിച്ച് വിരമിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.